മലയാളി പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. നമ്മുടെ ആനീസ് കിച്ചൺ എപ്പോഴും സ്വീറ്റ് ആയിരിക്കുന്നത് പോലെ നമുക്ക് എപ്പോഴും സ്വീറ്റ് ആയിരിക്കണം അല്ലേ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഫ്യൂഷൻ പായസമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ചുരുക്കം ഇപ്പോൾ എല്ലാവരും കേട്ട് കഴിയുമ്പോഴത്തേന് തോന്നുമായിരിക്കും ഇതെന്നാന്ന് അരിയും കടലപ്പരിപ്പും കൂടെ ചേർത്തേച്ച് ഒരു ശർക്കര പായസമാണ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നതേ ഉണ്ടാക്കാനൊക്കത്തുള്ളൂ എന്നൊന്നും നമ്മൾ തീരുമാനിക്കരുത്. ഇന്നതും ഒക്കെ ചെയ്യാൻ നോക്കും. പിന്നെ ഇന്ന് പായസം വയ്ക്കുന്നത് എന്നാന്ന് വെച്ചാൽ തിരുവോണം, ഇപ്പോൾ 1-ാം ഓണം, തിരുവോണം, 3-ാം ഓണം, 4-ാം ഓണം എന്ന് പറഞ്ഞ ഓണമുണ്ട്. അപ്പം നാളെയും നമുക്ക് അഥവാ ഇച്ചിരി ഒരു പായസം തിന്നാൻ തോന്നിയാൽ എന്നാ എടുക്കും? ഇന്നത്തെ പായസം എന്തായാലും കുറച്ചെങ്കിലും ബാക്കി ഫ്രിഡ്ജിൽ കാണും. അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. പക്ഷെ എന്നാലും സ്ഥിരം അടപ്പായസം, വേമസിലി പായസം ഒക്കെ നമ്മൾ പാൽപ്പായസം എല്ലാം നമ്മൾ വെക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊരു വ്യത്യാസപ്പെട്ടൊന്ന് കഴിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പരീക്ഷണങ്ങളൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. ഇതെന്നാ പറ്റിയെന്നറിയാവോ? ശരിക്കും പറഞ്ഞാൽ അരിപ്പായസത്തിൽ നോക്കിയപ്പോൾ അരി കിട്ടിയില്ല, കടലപ്പായസം വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതും തികഞ്ഞില്ല. എന്നാൽ നോക്കുമ്പോഴത്തേന് എന്നാന്നറിയാം, രണ്ടും ഇരിപ്പുണ്ട്. എന്നാൽ ഇത് വെച്ച് ഒരു ശർക്കര പായസം ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ട്രൈ ചെയ്തപ്പോഴത്തേനാണ് നല്ലൊരു പായസമായിട്ടാണ് വന്നത്. അപ്പോൾ എന്നാ എപ്പോഴും നിന്നേക്കാട്ടിലും ഒരു വ്യത്യാസമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വെച്ചാൽ ഇത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇതിന് വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് ചെമ്പാപ്പച്ചരി, പിന്നെ ഒരു ഇച്ചിരി ശർക്കര, ഇത് കുറച്ച് പശുമ്പാലാന്നേ, പിന്നെ ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ, ഇച്ചിരി മിൽക്ക് മെയ്ഡ്, ഇത് കടല വേവിച്ച് വെച്ചേക്കുക, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, നെയ്യ്, ഇച്ചിരി ചവ്വരി, ഇച്ചിരി ഏലക്കാപ്പൊടി, പഞ്ചസാര. ഇത്രയും സാധനം വേണ്ടേ. ശർക്കര പായസത്തിന് എന്തുകൊണ്ട് പശുവും പാലും തേങ്ങാപ്പാലും മിൽക്ക് മെയ്ഡും ഒക്കെ വന്നു എന്നല്ലേ നോക്കുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉള്ള നേര് പറയാം. എന്നാന്ന് വെച്ചാൽ പായസം ഉണ്ടാക്കുന്ന പണ്ട് ഞാൻ കണ്ടേക്കുന്നത് എന്നാന്നറിയാവോ, നിറച്ച് തേങ്ങാപ്പാലൊക്കെ തേങ്ങ തിരുമ്മി പാലെടുത്ത് ഒക്കെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, തേങ്ങ തിരുമാനും പാലെടുക്കാനും ഒക്കെ ഒരു മെനക്കെട്ട ഏർപ്പാടായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ മടിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ പശുവും പാലിൽ ചെയ്ത് നോക്കിയതാണ്. ഉള്ള നേര് പറയാലോ, ഉള്ളത് നല്ലൊരു പായസമാണ്. പക്ഷേ തേങ്ങാപ്പാലിലുണ്ടാക്കുന്ന ഒരു പായസം എന്ന് പറയുമ്പോൾ അതിൻ്റെ രുചി വേറെയാണ്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് പായസമാണ്. അതിനിങ്ങനെ നമുക്ക് ഒത്തിരി നേരം വെച്ചേച്ചും ഒത്തിരി ദിവസം ഉപയോഗിക്കാം എന്നൊന്നും വിചാരിക്കരുത്. തലേന്ന് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ പിറ്റേ ദിവസം വരെ പോവും, അല്ലാതെ അതിനപ്പുറം പോവുകയല്ല, പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോവും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാന്നേൽ ഇത് നല്ലൊരു പായസമാണ്. ഉള്ള നേര് പറയാലോ, ഈ പറഞ്ഞ പോലെ പശുവും പാൽ ഒഴിച്ചു എന്നും പറഞ്ഞേച്ചൊന്നും അത് ചീത്തയായി പോവുമോ അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല, ഞാൻ ഗ്യാരണ്ടി. പിന്നെ ഒറ്റ ഇതേ ഉള്ളൂ, തണുത്ത കട്ട പാലൊന്നും എടുത്ത് ഒഴിച്ചേക്കാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. അത് മാത്രം നോക്കിയാൽ മതി. കാച്ചി വെച്ചേക്കുന്ന പാലുണ്ടെങ്കിൽ അത് മതി. അല്ല തേങ്ങ തിരുമാനൊന്നും നേരെ ഇല്ല, തേങ്ങാപ്പാലെടുക്കാൻ നേരെ ഇല്ല എന്നൊക്കെ പറയുവാണെങ്കിൽ കുറച്ച് ഇതേ ഉള്ളൂ. ഫസ്റ്റ് എന്നാ ചെയ്യണ്ടേ, നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് ഇടണം. ആദ്യമേ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് മൂപ്പിച്ചേച്ച് വെക്കാം. അണ്ടിപ്പരിപ്പ് ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞ് വന്നാൽ അന്നേരം തന്നെ ഇച്ചിരി ഈ മുന്തിരിങ്ങായും കൂടി ഇട്ടു. അണ്ടിപ്പരിപ്പ് ഒരു ഇച്ചിരി ബ്രൗൺ ആവുന്നതന്നല്ലേ, ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ ഒരു കരിച്ചോവ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇച്ചിരി അരി. അരിയുടെ കൂടെ തന്നെ കുറച്ച് ചവ്വരി. അരി ഒരു ഇച്ചിരി പകുതി വേവാകുമ്പോൾ അല്ല, ഒരു നല്ലോണം വേവാകുമ്പോൾ മാത്രം ശർക്കര ഇട്ടേച്ചാൽ മതി. അങ്ങനെ നമ്മൾ നേരത്തെ സാധാ പായസമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ശർക്കര ഇട്ടാലുണ്ടല്ലോ ചിലപ്പം അരി വേകുകയില്ല.
നമ്മുടെ ചോറും ചൗവരി ഒരു പകുതി വേവായിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഈ ശർക്കര ഇടാൻ പോവാം. ശർക്കരയുടെ കൂടെ തന്നെ വേവിച്ച് വെച്ചേക്കുന്ന കടലപ്പരിപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്നാ പറയുക, ശർക്കര ഒന്ന് ഉരുകി വരുന്നിടം വരെ എന്നാ പറയുക, നമ്മൾ ഈ അടയൊക്കെ നെയ്യിലും ശർക്കരയിലും ഇട്ട് വിളയിക്കുക എന്ന് പറയല്ലേ, എന്ന് പറഞ്ഞ പോലെ ഇച്ചിരി നേരം അതൊന്ന് ആവണം. അതിൻ്റെ കൂടെ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുത്താൽ നല്ലതാ. ശർക്കര പായസം ഉണ്ടാക്കാനാണ് ഏറ്റവും പ്രയാസം. അതായത് അതിനെ ഇട്ട് നെയ്യിനകത്തിട്ട് വരട്ടി അത് വിളയിച്ചൊക്കെ വരുമ്പോഴത്തേനാണ് ഇച്ചിരി സമയം എടുക്കുന്നത്. പക്ഷേ ശർക്കര പായസത്തോളം രുചി വേറെ ഒന്നിനും ഇല്ല. കാര്യം ഞാൻ പാചകം പഠിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ ചെന്ന് ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും അല്ലെ സദ്യയുടെ കാര്യവും പായസത്തിൻ്റെ കാര്യവും ഒക്കെ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഏതാണെന്നറിയാവോ? കടലപ്പായസം ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു. ഇതൊരു കടല കുറച്ചിരുന്നു, എന്നാൽ അരിയും കുറച്ചിരുന്നു, അങ്ങനെ ഒരു ഫ്യൂഷൻ പോലെ ചെയ്തതായി ഈ പായസം. ഇപ്പം ശർക്കര ഉരുകി ആ നെയ്യുടെ മണം എല്ലാം വരുമ്പോൾ വീട്ടിനകത്ത് നിറച്ചും ഒരു എന്നാ പറയുക, ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു നല്ല മണം, ഒരു പായസ മണമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ആലോചിക്കില്ലേ, വീട്ടിനകത്ത് തന്നെ വിശേഷമുണ്ട്, അല്ലെങ്കിൽ ഒരു ഓണത്തിൻ്റെ ഒരു മൂഡ്, അല്ലെങ്കിൽ എന്നാ പറയുക വിഷുവിൻ്റെ ഒരു മൂഡ്, ഇതൊക്കെ നമുക്കൊരു പായസം ചുമ്മാ ഉണ്ടാക്കുവാണെങ്കിൽ പോലും ആ ഒരു മൂഡ് വരുവേ. ഇനി നിങ്ങൾ പായസം വയ്ക്കുമ്പം ഈ ഒരു പായസം വെച്ച് നോക്കണം, അന്നേരം അറിയാം അതിൻ്റെ രുചി എന്നതാന്ന്. ഇതിപ്പോൾ ഏകദേശം അതൊന്ന് നല്ലോണം എന്താ പറയുക വിളയിച്ച് വന്നിട്ടുണ്ട്. ഒരു മണമൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയാം, നമുക്കൊരു ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പം നമുക്ക് ആ ചൗവരിയും കടലയൊക്കെ ഇച്ചിരി കൂടി വേവാനുണ്ടെങ്കിൽ അതും അങ്ങ് വെന്തോളും. ആ തേങ്ങാപ്പാൽ കംപ്ലീറ്റ് നമ്മുടെ ആ ശർക്കരയിലൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ പശുവും പാൽ ചേർക്കണം. പശുവും പാൽ ഒഴിച്ചാൽ നമ്മുടെ പായസം പിരിഞ്ഞു പോവുമോ അങ്ങനെ ഒന്നും ചെയ്യല. ഞാൻ പറഞ്ഞ പോലെ കട്ട പാലെടുത്ത് ഒഴിക്കാതിരുന്നേച്ചാൽ മതിയേ. ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ ശർക്കര പായസത്തിനകത്ത്. ഇതെല്ലാം ഇൻസ്റ്റൻ്റ് ആണ്. ഞാൻ ഇപ്പോഴും പറയാം, നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകം വേറെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ സ്വാദും ഒട്ടും പുറകോട്ടല്ല. ഇത് ശരിക്കും ഉണ്ടാക്കി നോക്കിയാലേ അത് അറിയത്തുള്ളേ. അതായത് തേങ്ങാപ്പാൽ ഇല്ലാതെ തന്നെ പശുവും പാലും മിൽക്ക് മെയ്ഡും ഒക്കെ ഉപയോഗിച്ച് പായസം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റായിട്ട് ഉണ്ടാക്കാൻ നോക്കും. എപ്പോഴും ശർക്കര പായസം ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കണം, എന്നാലും അതിൻ്റെ രുചി കൂടുന്നത്. ഒത്തിരി അല്ല, ഒരു 2 ടീസ്പൂണോളം ഇട്ടു. നമ്മൾ എടുക്കുന്ന ഓരോ പാത്രത്തിൻ്റെ അളവ് കണക്കാക്കി വെച്ചാൽ മതി. വലിയ ഉരുളിയൊക്കെ ആന്നേല ഒരു വലിയ തവിയിന് പഞ്ചസാര ഇടുക. അതായത് മധുരം പഞ്ചസാരയുടെയും കൂടെ ശർക്കരയുടെ ഒപ്പം വരണം. ഒരു ഇച്ചിരി ഏലക്കാപ്പൊടി. ഇത് ഇന്നെന്തരെന്നറിയോ, ഒരു ഇച്ചിരി നേരത്തെ ഞാനിട്ട് ആ അരിക്കകത്തും കടലക്കകത്തും ഒക്കെ ആ ഒരു എന്നാ പറയുക ഏലക്കായുടെ മണവും ഇതെല്ലാം ഒന്ന് വരണം. എന്നാലേ അതിനൊരു എന്താ പറയുക, നമ്മൾ പായസം കുടിച്ചാൽ എനിക്ക് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പായസം ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കണ്ട. കാര്യം തിളപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബൈ ചാൻസ് എങ്ങാനും പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് തിളപ്പിക്കേണ്ട. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തേച്ച് പിന്നെ
ഇട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും എല്ലാം അങ്ങ് ചേർത്തേച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ നമുക്ക് എന്നാ ചെയ്യാം, ഒരു ഫ്യൂഷൻ പായസവും കൂടെ നമ്മൾ പഠിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇതിനകത്ത് വേറെ ഇനി ഒന്നുമില്ല. ഒരു ഗ്ലാസ് എടുക്കുക, ടി വിയും കണ്ടുകൊണ്ട് നമ്മൾ പായസം കുടിക്കുക, അത്രയും മാത്രമേ ഇതിനകത്ത് ഇനി ചെയ്യാനുള്ളൂ. ഇത് ഭയങ്കര നല്ല ടേസ്റ്റുള്ള പായസമാണ്. അതുകൊണ്ട് ഈ പായസം എന്തായാലും എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഞാൻ പറഞ്ഞ പോലെ പായസം ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയോണ്ട് ഞാൻ ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും എല്ലാം ഇട്ട് നല്ല പായസം, നമ്മുടെ വീട്ടിലെ ഏത് ആഘോഷത്തിനും ഉണ്ടാക്കാവുന്ന ഒരു പറ്റിയ നല്ല പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ പായസം ഇവിടെ റെഡിയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ ചാനലും തുറന്നു നോക്കിയാലും നമുക്കിപ്പോൾ പായസം മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ആനീസ് കിച്ചണിൽ മാത്രമേ സ്പെഷ്യൽ പായസം കാണാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ആനീസ് കിച്ചണിലാണ് സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ എന്നെ തല്ലും. പക്ഷേ ഈ പറഞ്ഞ പോലെ ആനീസ് കിച്ചൺ ഈസ് ഓൾവേസ് സ്പെഷ്യൽ ടു എവ്രി വൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം തമ്പുരാൻ്റെ കൃപ കൊണ്ട് അങ്ങനെ പോട്ടെ. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരിയായ ഒരു വ്യക്തിയാണ് വരുന്നത്. ആ വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സമയം പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയത്തേയില്ല. സച്ച് എ പോസിറ്റീവ് പേഴ്സൺ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞാൻ ഒരു വർക്ക് ചെയ്തിട്ടേ ഇല്ല പുള്ളിക്കാരത്തിയായിട്ട്. പക്ഷേ എന്താ പറയുക, സോ പോസിറ്റീവ്. നമുക്കിപ്പം ഫസ്റ്റ് ടൈം കാണുന്നതെന്നോ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലാന്നോ പരിചയമില്ലാന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. അത്ര പോസിറ്റീവായിട്ടും അത്ര എന്താ പറയുക ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരുന്നത്. അതായത് ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ പ്രേക്ഷകർക്ക് വ്യക്തിയെ കാണുമ്പോൾ മനസ്സിലാവും ആ കറക്റ്റാണ് ആനി പറഞ്ഞതെന്നുള്ളത് മനസ്സിലാവും. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് സുബിയാണ്. പറയണ്ടല്ലോ അല്ലേ, ഇപ്പം ബഹളത്തോടെയാണോ വരാൻ പോകുന്നത് എന്നതാണെന്നുള്ളത് അറിയാൻ മേല. പക്ഷെ എന്തായാലും ആനീസ് കിച്ചണിലേക്ക് ഞാൻ ക്ഷണിക്കാം. സുബി, ഇതാരപ്പാ, ഇതെന്താ അല്ല, എനിക്ക് എപ്പോഴെങ്കിലും എന്നെ വൃത്തിക്കും എനിക്കും ഒന്ന് പ്രേക്ഷകർ കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു ഭാഗ്യമുണ്ടായി. അല്ല, ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് ഇപ്പൊ നമ്മൾ ടി വിയിലൊക്കെ പ്രോഗ്രാം കാണുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നു, അങ്ങനെ പോകുന്നു, അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം ചെയ്യുന്നു. പക്ഷേ ഞാൻ ആകെ ഒരു പ്രോഗ്രാമിൽ വരണമെന്ന് ഇതുവരെ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നെ ഇതുവരെ വിളിക്കാൻ എന്തുകൊണ്ട് വൈകി എന്നുള്ള ഒരു സങ്കടമായിരുന്നു. പക്ഷെ ഓണമായിട്ട് ഇങ്ങനെയൊക്കെ ഒരുങ്ങിക്കെട്ടി കയ്യിലുള്ള കാശൊക്കെ മുടക്കി സുന്ദരിയായിട്ട് വരാൻ പറ്റിയില്ല. എനിക്ക് വളരെ സന്തോഷമാണ്. സുബീനെ ഏറ്റവും സുന്ദരിയായിട്ട് ആനീസ് കിച്ചണിലല്ലേ കാണാൻ പറ്റുള്ളൂ. സുന്ദരി ആയോന്ന് അറിയാൻ പാടില്ല. മേക്കപ്പ് മാനും ഹെയർ സ്റ്റൈലിസ്റ്റും ഒക്കെ മാക്സിമം കേറിയായിരുന്നു. നെക്സ്റ്റ് വീക്ക് നമുക്ക് പറയാൻ പറ്റും. നാട്ടുകാർ തീരുമാനിച്ചോളും സുബി എങ്ങനെയായിരുന്നു. ഇരിക്കാം, നമുക്ക് ഇരിക്കാം. ശരിക്കും ഞാനൊരു കാര്യം പറ്റേ സുബി, ടച്ച് വുഡ്, സുബിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് നാണോടെ അതല്ല, ശരിക്കും ഞാൻ നേരത്തെ സുബി പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു സ്ത്രീയായിട്ട് ഇന്നാണ് സുബിയെ ശരിക്കും അത്ര ഭംഗിയായിട്ട് പൊട്ടൊക്കെ വെച്ച് കണ്ണൊക്കെ എഴുതി മാലയൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ചിരുന്ന സുബി ആരെങ്കിലും കണ്ടിട്ടുണ്ടായത് വരെ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ടച്ച് വുഡ്, ഞാൻ തൊട്ടേക്കാം, കണ്ണ് കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, സുബി ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? ട്രിവാൻഡ്രമാണോ? ഇല്ല, ഞാൻ കൊച്ചിക്കാരിയാണ്. ഞാൻ എറണാകുളത്ത് താമസിക്കുക. എറണാകുളം വരാപ്പുഴ തിരുമുപ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. ഒരിടയ്ക്ക് ഞാൻ വിചാരിച്ചു ട്രിവാൻഡ്രത്തായിരിക്കുന്നത്. പക്ഷെ എന്നെ സുബിക്ക് എറണാകുളം ഭാഷയൊന്നും ഇല്ലല്ലോ. അത് നമ്മുടെ കൂട്ടുകെട്ടുകളും കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ പക്കാ കൊച്ചിയൊന്നും വരാത്തത്. ഇപ്പൊ സുബിയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുബി ഒരു പെർട്ടിക്കുലർ മൂമെന്റിൽ അല്ലെങ്കിൽ ഒരു ഒക്കേഷൻ ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു നിമിഷം, ഫോർ എക്സാമ്പിൾ ആനീസ് കിച്ചൺ തന്നെ, ആ സമയം എങ്ങനെ പോകുന്നെന്നുള്ളത് അറിയത്തില്ല. അത്ര ഒരു പോസിറ്റീവ് പേഴ്സണും മേക്ക് എവ്രി വൺ എൻഗേജ് ടു ദാറ്റ്. എല്ലാവരെയും ഒന്ന് ചിരിപ്പിച്ചിട്ടല്ലാതെ സുബി എവിടെയും പോയിന്ന് കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ മാക്സിമം അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് തിങ്കിങ്ങിനോടുകൂടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ശ്രമിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ ഡള്ളായിരിക്കുമ്പോഴത്തേന് അതിനകത്ത് ഒരു ഇല്ല, അത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊന്നും കാണിക്കാൻ നിൽക്കരുത്. നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്തിനാ? നമ്മൾ അടിപൊളിയായിട്ട് നിൽക്കണം. അവരുടെ അടുത്ത് നമ്മളെ എന്നെ കാണുന്നതെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ചിരിയാണ്. അത്രേ ഉള്ളൂ. അത് നമ്മൾ കൊടുക്കുക എന്നുള്ളത്. വേറെ അതിന് എന്നാ ഒരു ദോഷം ഇരിക്കുന്നത്? അതിന് വേറെ കാശ് മുടക്കൊന്നും ഇല്ലല്ലോ. വായി കിടക്കുന്ന നാക്കല്ലേ. വായി കിടക്കുന്ന നാക്കുകൊണ്ടാണ് സുബിച്ചിരിക്കുന്നത്, മനസ്സിലായി. ഇതിലേക്ക്
ഒക്കെ എങ്ങനെ വന്നു ഈ ഇൻഡസ്ട്രിയിലേക്ക് സിനിമയില് ഡാൻസ് കളിക്കുമായിരുന്നു. അങ്ങനെ ഡാൻസ്, ബ്രേക്ക് ഡാൻസ്, സിനിമാറ്റിക് കളിക്കും. ബ്രേക്കാ പഠിച്ചു തുടങ്ങിയത്. പുഴുവൊക്കെ കാണിക്കുമായിരുന്നു. യു വാണ്ട് മൈ പുഴു? അതാ അതെ, അതുകൊണ്ട് ഇച്ചിരി അടക്കത്തിലിരിക്കും. അപ്പൊ എന്നെ കൊണ്ട് അങ്ങനെ ബ്രേക്ക് ഡാൻസ് ഒന്നും കളിപ്പിക്കരുത്. ശരിക്കും ഞാൻ അതെ പഠിച്ചു. പ്രശ്നം ഞാൻ കലാഭവനിൽ ബ്രേക്ക് ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അന്ന് വേറെ ഒറ്റ പെൺകുട്ടികളും ഇല്ലാതെ ആൺകുട്ടികളുടെ കൂടെ നിന്ന് ബ്രേക്ക് ഡാൻസ് ടച്ച് നിന്ന് പഠിച്ചു. അന്ന് പിന്നെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിലും ബോയ്ക്കെട്ടൊക്കെ ഡൗൺ ആയിട്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും അതിന് വലിയ വ്യത്യാസമൊന്നും വന്നില്ല. അതാ എപ്പോഴെങ്കിലും ഒന്ന് അങ്ങനെ കാണട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനത്തെ വേഷമൊക്കെ ഇട്ട് വരുന്നത്. അങ്ങനെ ഡാൻസ് സ്റ്റേജിൽ കളിച്ച് കണ്ട് ടിനിയാണ് സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ടിനിയായിട്ട് ഭയങ്കര നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ്. ടിനിയായിട്ട് നല്ല കൂട്ടാണ്. രമേശ് പിഷാരടി, ധർമ്മജൻ, അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ട്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണ്. എനിക്ക് ഇവരുടെ ഒക്കെ നിന്നിട്ട് എനിക്ക് സുബി ഭയങ്കരമായിട്ട് കൗണ്ടർ പറയാൻ പഠിച്ചേ. നമ്മളൊരു പ്രോഗ്രാമിൽ പോകുമ്പോൾ, ഒരു സ്റ്റേജ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടി വിയിലാണെങ്കിലും കുറെ ആണുങ്ങളും ഒരു പെണ്ണും ആയിരിക്കും. കറക്റ്റ്. അത് അപ്പൊ ഈ ഒറ്റയ്ക്ക് ഞാൻ പിടിച്ചു നിൽക്കണമല്ലോ. ഞാൻ നമ്മള് ഓൺ ദി സ്പോട്ട് വരുന്നതാണോ അത് ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കോ? ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. അവരെന്തെങ്കിലും പറയുമ്പോൾ അതിന് തിരിച്ചു പറയണ്ടേ. എനിക്ക് ഈ തർക്കുത്തരം പറയാനൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. അല്ല, എല്ലാരും പറയുന്നത് രമേശ് പിഷാരടിയുടെ അടുത്ത് ആർക്കും കൗണ്ടർ ജയിക്കാൻ ഒക്കത്തില്ല, എന്നേലും അപ്പുറത്ത് കാണുമെന്നാ പറയുന്നത്. എപ്പോഴെങ്കിലും സുബി അങ്ങനെ ജയിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അതിന് മുതിർന്നിട്ടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ തോറ്റുപോയാൽ നമുക്ക് വിഷമാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് നിൽക്കൂല. ഞാൻ അവിടെയൊക്കെ സൈലന്റ് ആയിട്ട് നിൽക്കും. പക്ഷെ എന്താണെന്നറിയോ, സുബി ഉള്ള ഒരു സാന്നിധ്യത്തില് എല്ലാരും ഞങ്ങൾ പ്രതീക്ഷിക്കും ഇപ്പൊ സുബിയുടെ കിട്ടും എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷിക്കും. ഞാൻ കൊടുക്കാറുണ്ട്, ഇങ്ങനെ നല്ല കൗണ്ടറൊക്കെ കൊടുക്കാറുണ്ട്. അത് സമയത്തിനനുസരിച്ച്, അങ്ങനെ സാഹചര്യത്തിനനുസരിച്ച്. സുബി ഫസ്റ്റ് ഫിലിമില് വരുന്ന നായികയായിട്ടല്ലേ? നായികയായിട്ടാ. പിന്നെ അപരന്മാർ നഗരത്തിൽ അല്ലേ? അതൊക്കെ നാട്ടുകാരെ അറിയിക്കണോ? നാട്ടുകാർ മുഴുവൻ കണ്ട സിനിമയൊക്കെ ആയിരിക്കും. ആ കാണാത്ത കൊച്ചുങ്ങളുണ്ട്, ഇനിയിപ്പോ ഇന്ന് കാണട്ടെ. അത് കഴിഞ്ഞിട്ട് സുബി ഇങ്ങനെ ഹീറോയിൻ വേഷം ഒരുപാട് ചെയ്തില്ല. പിന്നെ ഇങ്ങനെ ക്യാരക്ടർ റോൾസിലോട്ട് മാറി. ഇല്ല, ഞാനതൊരു ഹീറോയിൻ ആണെന്ന് വിചാരിച്ച് ഫസ്റ്റ് പടം ഇല്ല, ഒരു ക്യാരക്ടർ ഒന്നും ചെയ്തു. ആ പടം വന്നപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത്, ഓഹോ ഞാനാണ് ഇതിനകത്ത് നായിക എന്നറിയുന്നത്. നായിക അങ്ങനെ ചർച്ച ചെയ്ത പടമല്ല. അപ്പൊ അങ്ങനെ ചെയ്തു. ഓക്കെ, അങ്ങനെ ഒരു വേഷം. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു നായിക ലെവലിൽ അല്ലെങ്കിൽ സിനിമ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എനിക്ക് അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്നാവണമെന്നായിരുന്നു ഇഷ്ടം? എനിക്ക് സ്റ്റേജ് ചെയ്യാൻ ഇപ്പോഴും ക്രേസ് ആണ്. സ്റ്റേജ്, ടി വി ഷോസ്, അതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ. സിനിമ കംഫർട്ടബിൾ അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാനൊരു സിനിമയ്ക്ക് പറ്റിയ ഒരാളാണോ എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും. എനിക്ക് സിനിമ ചെയ്യുമ്പോൾ എനിക്ക് പേടിയുണ്ട് സിനിമ ചെയ്യാൻ. കേൾക്കണ്ട ആരും. സത്യമായിട്ടും പറയാം, എനിക്ക് ടി വിയിലൊരു പ്രോഗ്രാം ചെയ്യാൻ, സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മൾ കയറുന്നതിന് മുമ്പ് ഒരു ടെൻഷൻ ഉണ്ടല്ലോ. പിന്നെ തട്ട വീണ 4 കാലി വീഴാൻ എന്തോ ദൈവം സഹായിച്ച് ഇതുവരെ പറ്റിയിട്ടുണ്ട്. അതിനൊന്നും എനിക്ക് ഇത്ര ടെൻഷനില്ല. സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ആക്ച്വലി എന്നതാ പേടി? എന്താ, വലിയ സ്ക്രീനല്ലേ, നമ്മളൊക്കെ ഇച്ചിരി കൈവിട്ട് പോവോ, സ്റ്റേജൊക്കെ നമ്മൾ കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്യണം. സ്റ്റേജ് നമ്മുടെ കയ്യിലാണ്. ഇപ്പൊ ടി വി പ്രോഗ്രാം ആണെങ്കിലും നമ്മുടെ കയ്യിൽ ആണെന്നൊരിതുണ്ട്. ഇത് സിനിമ എനിക്ക് പരിചയങ്ങൾ കുറവാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ചില നല്ല സിനിമകൾ വിളിച്ചിട്ട് എനിക്ക് പ്രോഗ്രാമുകൾ കാരണം ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വല്ല കാലത്തൊക്കെ അപ്പോൾ ഞാനൊരു പടം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, ഭയങ്കര ടെൻഷനാണ് സിനിമ. അപ്പൊ ഇപ്പൊ നാട്ടുകാർ വിചാരിക്കുന്നത് ഇവൾ എന്തിനെങ്കിലും ഒരു സാധനത്തിന് പേടിക്കണ്ടല്ലോ എന്നായിരിക്കും. അങ്ങനെയുണ്ട്, എന്തിനെങ്കിലും ഒരു കാര്യത്തിൽ പേടിക്കണ്ടല്ലോ എന്ന് ഇപ്പൊ നാട്ടുകാർ സന്തോഷിക്കുന്നുണ്ടാവും ഓണമൊക്കെ ആയിട്ട്. അത് സത്യമാണ്. പിന്നെ ഓണമൊക്കെ എന്തായി? ഓണം ഇപ്രാവശ്യം നല്ല ഒരു സന്തോഷത്തിൻ്റെ ഇതാണ്. അനിയൻ്റെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ഓണമാണ്. പിന്നെ ചെയ്യുന്ന പ്രോഗ്രാമുകൾ അങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നു. ഓണമായിട്ട് പിന്നെ ഒരു സന്തോഷം പങ്കുവയ്ക്കാനുള്ളത് കുട്ടിപ്പട്ടാളം വീണ്ടും തുടങ്ങുകയാണ്. എൻ്റെ സുബി, ഞാൻ അത് ചോദിക്കാൻ പോവായിരുന്നേ. സാധാരണഗതിയിൽ എല്ലാ അമ്മമാർക്കും ഇങ്ങനെ എന്നാ പറയാ, തല പറപ്പിക്കാന്ന് പറയല്ലേ, എന്ന് പറഞ്ഞാൽ പിള്ളേർ ഏത് നേരം. ഇത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന സുബി? അല്ല, കുട്ടികളെ ഹാൻഡിൽ ചെയ്ത് ഇപ്പൊ എൻ്റെ അമ്മ പറയുന്നത് സുബി ക്ഷമ എന്താന്ന് എഴുതാൻ വരെ, അല്ല വലുതായിട്ട് പഠിച്ചു എന്നല്ല, എഴുതാനൊക്കെ വരെ പഠിച്ചിട്ടുണ്ടെന്ന് അമ്മ പറയുന്നുണ്ട്. ശരിക്കും ഞാൻ പലതവണ കാണുമ്പോൾ വിചാരിച്ചു ചോദിക്കണം. ചില കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര എന്താ പറയാ ആക്റ്റീവ് ആയിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് അല്ല, ഹൈപ്പർ ആക്റ്റീവാ. അപ്പൊ ഈ പിള്ളേരെ ഒക്കെ ഒന്ന് പിടിച്ചിരുത്തണോന്നുണ്ടല്ലേ അത് സുബിക്ക്. പിന്നെ ഈ പറഞ്ഞ ചിലപ്പോ അവിടെ എന്നൊക്കെ പറയാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരു കുട്ടിയാ. എനിക്ക് പക്ഷെ എന്താ പറയുക, ക്ഷമ പഠിച്ചു എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 4 കുട്ടികൾ ചെറുതങ്ങളായിരിക്കുമല്ലോ, ഒരു 3.5, 4, 4.5 വയസ്സൊക്കെ, 5 വയസ്സിന് താഴെയൊക്കെ ആയിരിക്കും. അപ്പോൾ
4 പേർക്ക് 4 സമയത്തായിരിക്കും കരച്ചിൽ വരുന്നത്, 4 പേർക്ക് 4 സമയത്തായിരിക്കും വിശക്കുന്നത്, 4 പേർക്ക് 4 സമയത്തായിരിക്കും വേറെ എന്തെങ്കിലും ചിന്ത വരുന്നത്, 4 നേരത്തായിരിക്കും വിശപ്പ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ മാനേജ് ചെയ്യണം, വേറെ ആരോടെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിലാണ് അവരെന്നോട് കൂടുതൽ സംസാരിക്കുള്ളൂ, ഒന്നാമത്തെ കാര്യം. പിന്നെ ദേഷ്യം വന്നാൽ കാണിക്കാൻ പറ്റുമോ? 8 ക്യാമറയും വെച്ച് പാരൻസും ഓഡിയൻസും ഇരിക്കുകയല്ലേ. അപ്പോൾ എന്തുണ്ടെങ്കിലും മറ്റേ ടോക്ക് ബാക്കിൽ എനിക്ക് ഭ്രാന്ത് കയറുന്നുണ്ട് കേട്ടോ തിരിച്ചു പിടിച്ചേ പറയാൻ പറ്റില്ല. നമ്മുടെ എക്സ്പ്രഷൻ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. പാരന്റ്സ് ഇരിക്കല്ലേ, കുഞ്ഞുങ്ങളല്ലേ. ചിലപ്പോ നമ്മള് മനുഷ്യരാണല്ലോ, ചിലപ്പോ ഇറിറ്റേറ്റഡ് ആവും, ചിലപ്പോ സങ്കടമൊക്കെ വരും. എനിക്ക് 15 ചോദ്യം ചോദിച്ചിട്ട് ഒന്നിനും ഉത്തരം പറയുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരു മേഖല കടന്ന് 2 മേഖല കടന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി മൈൻഡിൽ നിന്ന് വേണ്ട ഇതെല്ലാം വരാനായിട്ട് നമ്മൾ ഭയങ്കര ഡ്രൈ ആയി പോകും ചില സമയത്ത്. പിള്ളേരൊക്കെ ശരിക്കും നല്ലോണം വർത്താനം പറയുന്നു വന്നിരിക്കുന്നേ. അത് അവരൊരു ഓഡീഷൻ ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്യുന്നുണ്ട് കുട്ടികളെ സോണലായിട്ട്. ഓഡീഷൻ സെന്ററിൽ ഓഡീഷൻ വെച്ചിട്ട് സംസാരിക്കുന്ന കുട്ടികളാണോ എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഷൂട്ടൊക്കെ വരിക. എന്നാലും അങ്ങനെ ഓഡീഷൻ ചെയ്ത് സംസാരിക്കുന്ന കുട്ടികളാണോ എന്ന് മാത്രം നോക്കുന്നത്. പക്ഷെ ഇതിങ്ങൾക്ക് മൂഡ് സ്വിങ് ഉണ്ടല്ലോ. കുഞ്ഞുങ്ങളല്ലേ, ചിലപ്പോ ജലദോഷം ഒക്കെ ഇല്ല ഒന്നും പറയില്ല, എന്ത് ചെയ്യാനാ. സത്യം അത് ശരിക്കും നല്ല ഒരു പ്രോഗ്രാമാണ്. യു ഡു യുവർ ബെസ്റ്റ് കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. അതിനൊരു നല്ല ഈ പറഞ്ഞ ക്ഷമയെന്നൊക്കെ നമ്മൾ തമാശക്ക് പറഞ്ഞെങ്കിൽ പോലും അതിനൊരു ഇച്ചിരി ക്ഷമ വേണം കൊച്ചുങ്ങളോട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇപ്പം ചിലപ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവുമായിരിക്കും, ക്ഷമിക്കുമായിരിക്കും, അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു എപ്പിസോഡ് അങ്ങ് തീർന്നു കഴിയുമ്പോഴത്തേക്കും അരമണിക്കൂറത്തേക്കുള്ള കണ്ടന്റ് 9 മണിക്കൂർ വരെ ഷൂട്ട് ചെയ്ത ചരിത്രമുണ്ട്. ഒരു എപ്പിസോഡിൽ അരമണിക്കൂറിൽ 23-24 മിനിറ്റ്സ് മതി നമുക്ക് കണ്ടന്റ്. ആ കണ്ടന്റ് നമുക്കറിയാലോ ഇന്നതുണ്ടെന്ന്. ആ കണ്ടന്റ് ആവാഞ്ഞിട്ട് 9 മണിക്കൂർ വരെ ഷൂട്ട് ചെയ്ത ചരിത്രമുണ്ട് ഇതിന്. അപ്പോൾ എന്നാലും ഈ 9 മണിക്കൂർ ഷൂട്ട് ചെയ്ത് നടുപോവും, നിൽക്കാനേ പറ്റുള്ളൂ. എനിക്കായിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. കുട്ടികളുടെ അടുത്ത് എപ്പോഴും ഞാൻ ഉണ്ടാവണം, ഞാനാണ് പിന്നെ അവരെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഈ 9 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും അരമണിക്കൂറത്തേക്കുള്ള നല്ല സൂപ്പറായിട്ടൊരു എപ്പിസോഡാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ആ ഒരു വർക്കിന്റെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടോ അയ്യോ അത് കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സ് തളർന്നു പോകും. പക്ഷേ അരമണിക്കൂർ അപ്പോൾ ഡയറക്ടറായിട്ട് സംസാരിക്കും, അരമണിക്കൂറത്തേക്ക് കണ്ടിട്ട് സൂപ്പർ ഇന്ന സാധനങ്ങളുണ്ട് കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരു സന്തോഷം. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതിന്റെ ഇടയിൽ പല ഇതും ഉണ്ടാവുമല്ലോ, കിട്ടിയല്ലോ എന്ന് അറിയുമ്പോഴത്തേക്ക് വലിയ സന്തോഷമാണ്. ഓക്കെ, അപ്പൊ സ്റ്റേജും കോമ്പയറിംഗ് ആണ് സുബിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പൊ നല്ലൊരു ക്യാരക്ടർ വന്നാൽ യു ഡു ഇറ്റ്. പിന്നെ എപ്പോഴും പറ്റുന്ന എന്താണെന്നറിയോ, 10 ദിവസത്തെ ഡേറ്റ് ഇപ്പോൾ ചോദിച്ചു വെച്ചു, ഒരു നല്ല സിനിമയിൽ നിന്ന് 10 ദിവസത്തെ ഡേറ്റ് ചോദിച്ചു, എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, ഓക്കെ. ഈ 10 ദിവസത്തെ ഡേറ്റിൽ 2 ദിവസം ചിലപ്പോൾ പ്രോഗ്രാം ഉണ്ടാവും, ഒരു ദിവസം ഷൂട്ട് ഉണ്ടാവും. അപ്പൊ ഈ സിനിമ കയ്യിൽ നിന്ന് പോയോ, നമുക്ക് വേണ്ടി എന്ന് വെച്ച് അങ്ങനെ ഡേറ്റ് മാറ്റി വെക്കാൻ പറ്റിയെന്ന് പറ്റത്തില്ല, സിനിമയല്ലേ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് പലതും മിക്കതും പോകുന്നത്. പിന്നെ ഒരു കിംവദന്തി സിനിമാ ഫീൽഡിൽ കിടക്കുന്ന വെച്ചാൽ സുബിയോ അവർക്ക് വലിയ വിദേശത്തായിരിക്കും, നാട്ടിൽ തന്നെ ഉണ്ടാവില്ല എന്നുള്ള ഇത്. ഞങ്ങൾക്ക് ഏതു നേരം വിദേശ യാത്രയാണ്. അത് തന്നെ തെറ്റിദ്ധാരണയാണ്. ഒരു പണിയില്ലാതെ വെറുതെ വീട്ടിലിരിക്കുക, എന്തെങ്കിലും പണിതാ. തെറ്റിദ്ധാരണകളൊക്കെ മാറി. ഒരിടയ്ക്ക് നമ്മൾ കുറെ ഷോസ് ചെയ്യുമായിരുന്നു അങ്ങനെ. പിഷാരടിയും ഞാൻ പിഷാരടിയെ കുറിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയാണ്. പിഷാരടി പിന്നെ ഇപ്പൊ ഒരു സിനിമയിലേക്ക് അങ്ങോട്ട് ചുവട് മാറ്റി, അങ്ങനെ അങ്ങോട്ട്. ഞാൻ ഇതിങ്ങ് മാറ്റി വെച്ചിട്ട് സിനിമയിലേക്ക് ചൂട് മാറ്റാത്തോണ്ട് ഇത് കയ്യിലിരിക്കുന്ന പോവുകയും ചെയ്യും, ഇതൊട്ട് കിട്ടുകയും ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവൂലേ. അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട്. തമാശയാണെങ്കിലും അതിനകത്തൊരു കാര്യമുണ്ട്. പിന്നെ ലാൽ സാറിന്റെ ഒരു ഫിലിം ചെയ്തിട്ടുണ്ട്, ലാൽ സാറിന്റെ ഒരു ഡ്രാമ ചെയ്തിരുന്നു, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ചെയ്തിരുന്നു. ഡ്രാമയിലാണ് ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ വന്നത്. ആക്ച്വലി സുബിനെ ഒരു സീരിയസ് ക്യാരക്ടർ അല്ലാതെ ഒരു കോമഡി ആയിട്ട് ഏറ്റവും കൂടുതൽ പിക്ചറൈസ് ചെയ്ത് എന്തുകൊണ്ടാണ്? അത് ഞാനൊരു കോമഡി ബേസ് ആണല്ലോ എനിക്ക്, അതുകൊണ്ടാണ്. അതായത് ഞാൻ വന്നത് സിനിമാല എന്നുള്ള പ്രോഗ്രാമിലൂടെയാണ്. 10-12 വർഷത്തോളം ചെയ്തപ്പോൾ അതിലൂടെയല്ല എല്ലാവരും കണ്ടിരിക്കുന്നത്. പിന്നെ വന്ന പ്രോഗ്രാം കാറ്റഗറൈസ്ഡ് ആയി. അങ്ങനെ ഉണ്ടല്ലോ ചിലർ, നമ്മുടെ പ്രചോദേട്ടൻ, കലാപവും പ്രചോദേട്ടൻ കല്യാണച്ചക്കൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-25 പടത്തിൽ കല്യാണച്ചക്കൻ ചെയ്യാമായിരുന്നു. പിന്നെ ആരോ ഒന്ന് ഏത് ഡയറക്ടറാണ് അങ്ങനെ ഒരു സന്മനസ് കാണിച്ചതെന്ന് തന്നെ മാറ്റി വിട്ടപ്പോൾ പിന്നെ ഇപ്പൊ പല ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ കോമഡി ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി കോമഡി, കുശുമ്പു, കുന്നായ്മ അങ്ങനെയുള്ള ആ ഒരു ഏരിയ ആണ് എനിക്ക് മൊത്തത്തിൽ വരുന്നത്. അല്ല, പക്ഷെ ശരിക്കും ഏറ്റവും കൂടുതൽ കോമഡി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, അത്രേ ഉള്ളൂ. സീരിയസ് റോൾസ് ചെയ്യാൻ ഇഷ്ടമല്ലേ? പിന്നെ എനിക്ക് നല്ല കട്ട വില്ലത്തിയായിട്ടൊക്കെ ചെയ്യാൻ, എനിക്ക് ഇച്ചിരി മൂശാട്ട സ്വഭാവം ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടം. എന്നാരോ പറഞ്ഞ മൂശാട്ടം ഉണ്ടത്? അല്ല, എനിക്ക് തന്നെ അറിയാലോ, എന്റെ വീട്ടുകാരെന്നെ സഹിക്കണമെന്നും പറയാൻ പാടില്ലേ. സുബി ഒറ്റ ഒരാളാ? ഇല്ല, അനിയനുണ്ട് ഒരാള്. മാരേജ് കഴിഞ്ഞു. അവരെല്ലാം എറണാകുളം സെറ്റിൽ? എല്ലാവരും. എന്റെ വീടിന്റെ മുമ്പിലൊരു പറമ്പുണ്ട്, അതിന്റെ തൊട്ട് മുമ്പിലത്തെ വീട്ടിലെ കുട്ടിയാ.
എൻ്റെ അനിയൻ്റെ വൈഫ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ബാക്കിയെല്ലാം മനസ്സിലായി. ഒന്നും പറയണ്ടല്ലോ. ഇനി കൂടുതലൊന്നും പറയണ്ട. രണ്ട് വീട്ടുകാരും നോക്കിയപ്പോൾ രണ്ടുപേർക്കും കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പം അങ്ങനെ പിടിച്ചു കെട്ടിച്ചു. ഏറ്റവും പെട്ടെന്ന് ഉത്തരവാദിത്തം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതാ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല. ഉത്തരവാദിത്തത്തോട് പിടിച്ചാൽ കേൾപ്പിച്ചു. അതെ, ഇനി ചേച്ചിയുടെ ഡ്യൂട്ടി അങ്ങ് കഴിഞ്ഞു. അതെ, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഓക്കെ. ഇനിയിപ്പം ചെയ്യാൻ പോകുന്ന ഫിലിം പ്രോജക്ട്സ് അങ്ങനെ? ഫിലിം പ്രോജക്ട്സ് ഒന്നും ഇപ്പൊ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് കുട്ടിപ്പാചകം എന്ന് പറഞ്ഞൊരു പാചകവും അതിനേക്കാൾ കൂടുതൽ വാചകവുമായിട്ടൊരു പ്രോഗ്രാം പോകുന്നുണ്ട്. അതിന് കുട്ടിപ്പട്ടാളത്തിലേക്ക് മാറുമായിരിക്കും. സുബിക്ക് ഭയങ്കരമായിട്ട് പാചകം അറിയും. അല്ല, ഒന്നുമില്ല. ആ പ്രോഗ്രാം കണ്ടു നോക്കിയിട്ടുണ്ടോ? എൻ്റെ കുട്ടിപ്പാചകം കുട്ടികളിൽ നിന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളിൽ നിന്ന് ഞാൻ പാചകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അതുപോലെ ഞാൻ തിരിച്ചവർക്കൊന്നും കൊടുക്കാതിരിക്കുക, ഞാൻ വാചകം ഞാൻ അവരെ അടിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊടുക്കൽ വാങ്ങൽ പോളിസിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാചകം അറിയുമെന്ന് വെച്ചാൽ ഞാൻ വലിയ ഡിഷസ് അങ്ങനെയൊന്നും ട്രൈ ചെയ്യുകയൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ള എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് ഉള്ളപ്പോൾ അങ്ങനെയൊന്നും ഞാൻ വീട്ടിൽ ഞാൻ വേണമല്ലോ ചെയ്യാനായിട്ട്. കഴിഞ്ഞ വർഷമൊക്കെ കുറച്ച് പക്ഷെ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. പക്ഷെ എക്സ്പീരിയൻസ് പിന്നെ ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതിനുള്ള അവസരം തരുന്നില്ല വീട്ടിൽ നിന്നുള്ള. പിന്നെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ വൈകിട്ടാണ് കുക്കിംഗ് നടക്കുന്നത്. വെളുപ്പാങ്കാലത്ത് എണീറ്റ് സ്കൂളിൽ പോകേണ്ടോ കോളേജിൽ പോകേണ്ടോ ആരും ഇല്ലാത്തതുകൊണ്ട് വൈകിട്ടൊരു 6-7 മണി നേരത്തെ. അപ്പോൾ എല്ലാവരും കൂടി ഒരു കൂട്ടുകൃഷിയാണ് വീട്ടിൽ കുക്കിങ്. അപ്പോൾ അങ്ങനെ അറിയാം. പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന മീൻകറി വെക്കാൻ അറിയാം എനിക്ക് 2 സ്റ്റൈലിൽ. അത് എവിടത്തെ സ്റ്റൈലാണെന്നറിയില്ല. എൻ്റെ അമ്മ വെച്ച് പഠിപ്പിച്ചേക്കുന്നതുകൊണ്ട് നല്ല എരിവും പുളിയോടുകൂടി മീൻകറി വെക്കാൻ അറിയാം. മോരുകാച്ചി ഇതുണ്ടാക്കാൻ അറിയാം. സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം. പിന്നെ മീൻ വറക്കൽ പട്ടിണി ഉണ്ടാവൂല. അത് വലിയൊരു കാര്യമല്ലേ? ചായ മാത്രം കുടിച്ച് ജീവിക്കാന്ന് പറഞ്ഞ വലിയൊരു പാടല്ലേ? അത് പറ്റത്തില്ല. ചായ ഒട്ടും ഞാൻ കുടിക്കത്തുമില്ല. സുബി കുടിക്കത്തില്ല. അപ്പൊ ഫാമിലിയിലുള്ള അനിയൻ ചിലപ്പോൾ വല്ലതും കുടിക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. വേറെ ഒരു കാര്യം, എൻ്റെ വീട്ടിലെല്ലാവരും ഭയങ്കര കട്ടയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഡയറ്റ് ആണെങ്കിൽ വീട്ടിലെല്ലാവരും ഡയറ്റാ. ഞാൻ അതാ പറഞ്ഞത്, കട്ടയ്ക്കുള്ള ഫാമിലിയാണ് ഞങ്ങൾ. അല്ല, തിരിച്ചു ആവാലോ. എങ്ങനെ? ചോറ് വെച്ചു പോയാൽ ഇല്ല, ഞാൻ കൺട്രോൾ പോയാൽ ഇല്ല. ഇപ്പൊ കുറച്ച് നാളായിട്ട് അങ്ങനെ വെച്ചു പോയാൽ കഴിക്കാത്തതിന്റെയാണ് ഞാനിപ്പോ ഒരു 12 കിലോ കുറഞ്ഞിരിക്കുന്നത്. 12 കിലോ കുറച്ച്. ഇപ്പൊ ഒരു കൊല്ലത്തെ പ്രയത്നത്തിൽ ഇപ്പൊ ഈ ലാസ്റ്റ് ഒരു 4-5 മന്ത്സ് കൊണ്ടാണ് കൂടുതൽ കുറവുണ്ടായത്. ഒരു കൊല്ലം കൊണ്ട് ചോറ് കഴിക്കാതിരുന്നു? ഇല്ല, ചോറ് കഴിക്കില്ല എന്ന് പൂർണ്ണമായിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല ഞാൻ. അപ്പൊ നല്ലൊരു ഡയറ്റ് പറയൂ. എനിക്ക് കുറഞ്ഞത് പറഞ്ഞാൽ മതി. അത് ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ചൂടുവെള്ളമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം കുറച്ചധികം കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മധുരം കഴിക്കില്ലാത്ത ആളാണ്. പായസമാണ് എനിക്കറിയാം. ഓണത്തിന് എന്റെ ആനീസ് കിച്ചണിൽ വന്നിട്ട് പായസം അല്ല ചോദിക്കുന്നത്. അല്ല, പായസം ഞാൻ കഴിക്കും. ഞാൻ കണ്ടായിരുന്നു. ഇതെല്ലാം മധുരം ഉള്ളതാണെന്ന് എനിക്കറിയാം. മധുരം പൊതുവേ ഞാൻ കഴിക്കില്ലാത്ത ഒരാളാണ്. ബേക്കറി ഐറ്റംസ് അധികം കഴിക്കില്ലാത്ത ഒരാളാണ്. പിന്നെന്താ, അങ്ങനെ ഈ വറുത്ത് പൊരിച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അങ്ങനെയൊന്നും അധികം കഴിക്കില്ല. വല്ലപ്പോഴും ഒരെണ്ണമൊക്കെ കഴിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഒത്തിരി നിർത്തിയെന്നല്ല, ഞാൻ അതൊന്നും പണ്ടേ കഴിക്കാറില്ല. പാല് കുടിക്കില്ല ഞാൻ, ബിസ്ക്കറ്റ് കഴിക്കില്ല, പാല് ഐറ്റംസ്, ഐസ്ക്രീം വല്ല കാലത്തും വർഷത്തിൽ 1-2 തവണ വല്ല കഴിച്ചാലായി. അത്ര ഇഷ്ടമല്ലാഞ്ഞിട്ടാ. ഡയറ്റിന്റെ ഭാഗമല്ല അത്. അതുകൊണ്ട് എനിക്ക് ഡയറ്റ് ചെയ്യാൻ വലിയ എളുപ്പമാണ്. വലിയ എളുപ്പം എന്ന് വെച്ചാൽ ചോറ് മാറ്റി വെക്കണം എന്നുള്ള സംഗതി അല്ലാതെ വേറെ ഒരു കാര്യത്തോട് എനിക്ക് ഇഷ്ടമില്ലെന്നല്ല. എനിക്ക് അതിനോട് കൊതിയില്ല. എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. ഇത്രയും ചെയ്തേച്ചാ മതി. എനിക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അത് അങ്ങനെ പറ്റിയെന്ന് വരത്തില്ല. നോക്കിയാ പറഞ്ഞിട്ട് എല്ലാവർക്കും അത് പറ്റിയല്ല. അല്ല, അതല്ല, എന്നെ മാത്രം ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഒറ്റ കാര്യം. മധുരമൊക്കെ കഴിക്കില്ല എല്ലാവരും? മധുരമൊക്കെ കഴിക്കും എല്ലാവരും. എനിക്കിഷ്ടമാണ്. എനിക്ക് ചോറൊന്നും കിട്ടിയില്ലെങ്കിലും ഇച്ചിരി ഡെസേർട്ട് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷാ. എനിക്ക് വേണ്ട അങ്ങനെ. തിരിച്ചാ ഇനി അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? ചിലപ്പോ എങ്ങാനും ഒന്ന് മെലിഞ്ഞാലോ. അതെ. പിന്നെ ഞാൻ നല്ല ഗോതമ്പ് ദോശ ഉണ്ടാക്കി. ഗോതമ്പ് ദോശയിൽ കുറെ സവാള, ഇഞ്ചി, പച്ചമുളക്, പുതിനയില, മല്ലിയില, വേണമെങ്കിൽ മുരിങ്ങയില എല്ലാം. അത് ഹെൽത്തി ആണല്ലോ ഈ സാധനങ്ങളൊക്കെ. അതെല്ലാം കൂടി കലക്കി ദോശ ഇട്ട് കഴിക്കും. വീട്ടുകാരും കഴിക്കും അത്. അപ്പൊ സുബിന്റെ ഡെയിലി റൂട്ടീൻ എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ എണീക്കും. പണിയില്ലാത്തപ്പോൾ എന്നെ ആരും വിളിക്കില്ല. മതിയാവോളം ഉറങ്ങും ഞാൻ. എനിക്ക് ഇഷ്ടമുള്ള പോലെ കിടന്നുറങ്ങും. ഭക്ഷണം അതൊന്നും എനിക്ക് ഉറക്കത്തിന്റെ മുന്നിൽ ആരും ഒന്നും എനിക്ക് വിഷയമല്ല. ചോറ് വരെ മാറ്റി വയ്ക്കും ഞാൻ ഉറക്കത്തിന്റെ മുമ്പിൽ. ഫസ്റ്റ് പ്രിഫറൻസ് അപ്പൊ എപ്പോഴും ഉറക്കം. സെക്കൻഡേ ഉള്ളൂ ചോറ്. അത്രേ ഉള്ളൂ. പിന്നെ എണീക്കുമ്പോൾ ഇപ്പൊ കുടിക്കുന്നത് ഗ്രീൻ ടീ, ഇച്ചിരി ഇഞ്ചി ചതച്ചിട്ട് ഗ്രീൻ ടീ കുടിക്കും.
അത് കഴിഞ്ഞ് ഒരു ഉച്ചരയൊക്കെ ആവുമ്പോൾ ഉച്ചര എനിക്ക് എപ്പോൾ വിശക്കുന്നോ അപ്പോൾ ഞാൻ ഇതുപോലെ ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. രാത്രി ഫുഡ് കഴിക്കുന്നില്ല. രാത്രി ഈ ആപ്പാട് ഈ 1.5 ചപ്പാത്തിയിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ 2 ദോശ? ദോശയൊക്കെ ഒരെണ്ണമൊക്കെ കഴിക്കുള്ളൂ ഞാൻ. ചിലപ്പോൾ 1.5 ചപ്പാത്തി, 1.5, ആ ഒരു 2 വരെ കഴിക്കാനുള്ള എത്തില്ല. അത് ഫിഷ് കറിയോ എന്താണ് കറിയോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കും ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ടുള്ള ഫുഡ് ഞാൻ കട്ട് ചെയ്തു. അതിന് വരെ എന്നാ കഴിക്കും? വൈകിട്ട് ഞാൻ കഴിക്കുന്നത് മറ്റേ റോബസ്റ്റ പഴമില്ലേ, പച്ചപ്പഴം, അതൊരെണ്ണം കഴിക്കും. 2-3 കാഷ്യൂനട്ട് കഴിക്കും. അത് ഒരുമിച്ചല്ല കഴിക്കുക, എപ്പോഴെങ്കിലും ഒക്കെ ടൈമിൽ ഇങ്ങനെ വീട്ടിൽ അങ്ങനെ കഴിക്കും. അത് മതി എനിക്ക്. ഇത്രയും മതി? ചുമ്മാ ഇത്രയും സൗന്ദര്യമായിട്ടിരിക്കുന്നുണ്ടോന്ന് അല്ലേ? ഞാൻ ഈ പ്രോഗ്രാമിന് വിളിച്ച് ഈ ഡ്രസ്സൊക്കെ തന്നെ ചേച്ചിയോണ്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ മുമ്പിൽ ഒന്ന് പിടിച്ചു നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ടാ. സത്യമായിട്ടും ഞാനിനെ വിളിച്ച് കോർഡിനേറ്ററുടെ അടുത്ത് ചോദിച്ചു നോക്കും ഞാനിത് ചോദിച്ചില്ലേ എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ സത്യം പറഞ്ഞാൽ സുബീരുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാൻ വന്നാണ്. സുബിനെ ശരിക്കും ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ട്? അങ്ങനെ പറയാൻ അങ്ങനെ ഒരു ആഗ്രഹമല്ലേ? അതൊരു ഇത്ര സുന്ദരിയാണെന്നല്ലോ ഞാൻ ചോദിച്ചേ. എനിക്ക് പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തന്നെ കോംപ്രമൈസിൽ വേണ്ടാന്ന് വെച്ചതാ. ഇതാണോ പ്രണയം? അല്ല, കുറച്ചു നാൾ പ്രണയിച്ചു. ഞാൻ പ്രണയിച്ചിട്ടുണ്ടെന്ന് തെളിവ് പറഞ്ഞതാ. അങ്ങനെ ഈ പ്രണയം ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ച് വേണ്ടാന്ന് വെച്ചതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഏതെങ്കിലും പുറം രാജ്യത്ത് പോയി അമ്മയൊക്കെ വിട്ട് അങ്ങനെ താമസിക്കേണ്ടി വരും. ആളത് ഇഷ്ടപ്പെടുന്നതും ആളങ്ങനെ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പ്രണയത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അപ്പോൾ എനിക്ക് അമ്മയെ വിട്ടിട്ടൊക്കെ പോകാനായിട്ട് ഭയങ്കര മടി. അതെല്ലാം അമ്മ ഒറ്റപ്പെട്ടു പോകും. ഞാനാണ് അമ്മയുടെ സപ്പോർട്ട്, അമ്മയാണ് എൻ്റെ സപ്പോർട്ട് എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. പക്ഷേ എന്നാലും ഞാൻ അമ്മോട് പറയുമായിരുന്നു ഇങ്ങനെ ഇഷ്ടമുണ്ടെന്നുള്ളത് അറിയാം. ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അത് 2 കൈ നീട്ടി സ്വീകരിക്കും, സമ്മതിക്കും. ഞാൻ അങ്ങനെയുള്ള ഞാൻ വലിയ ആഗ്രഹങ്ങളൊന്നും പറയാത്ത ഒരാളാണ്. അമ്മ കണ്ടറിഞ്ഞ് ചെയ്യുമല്ല. അപ്പോൾ ഇത് പറഞ്ഞാൽ അമ്മ ചെയ്തോളാൻ പറയുന്നറിയാം. അതുകൊണ്ട് ഞാൻ അമ്മോട് പോലും പറഞ്ഞില്ല. ഇപ്പോഴും പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂട്ടാണ്, ഫ്രണ്ട്സ് ആണ് ഇപ്പോഴും. പറഞ്ഞ് ഇന്ന കാര്യം കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ഉണ്ട്. സത്യമായിട്ട്. അപ്പൊ പിന്നെ കല്യാണം ആലോചിച്ച അങ്ങനെ ഒന്നും ചെയ്തില്ലേ? കല്യാണ ആലോചന വീട്ടുകാർ തന്നെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ സുബിക്ക് ഒരു അറേഞ്ച്ഡ് മാരേജ് പറ്റൂല എന്നുള്ളത് വെച്ചാൽ അമ്മ വളർത്തിയതുകൊണ്ട് അമ്മയ്ക്ക് തന്നെ അറിയാലോ. ഒരു കാര്യം ചെയ്യും, സുബിയെ കെട്ടിച്ച് വിടുമ്പോ ശ്രീധനായിട്ട് അമ്മയെ കൂടെ കൊടുക്കാം. അല്ല പറ്റില്ല, ഫ്രീ ആയിട്ട് കൊടുക്കും ഞാൻ. അല്ലെങ്കിൽ നിവൃത്തിയില്ലല്ലോ. അല്ല ശരിക്കും അപ്പൊ കല്യാണത്തിന് സുബിക്ക് ഇഷ്ടമുള്ള ഒരാൾ വരുമ്പോ മാത്രമേ കല്യാണം കഴിക്കുന്നല്ലോ? വീട്ടുകാർ പ്രണയിക്കാനൊക്കെ ലൈസൻസ് തന്നിട്ടുണ്ട്. ഇപ്പൊ എന്തോ ഇച്ചിരി വിവരവും ബോധവും വെച്ചു എന്നൊക്കെ അമ്മ ഇടയ്ക്ക് എപ്പോഴോ പറയുന്നുണ്ടായിരുന്നു. കുറച്ച് സുബിക്ക് എനിക്ക് എപ്പോഴോ ഇച്ചിരി സ്വാതന്ത്ര്യം തന്നു. അതായത് ഈ കാര്യത്തില് ഒരാളെ തെരഞ്ഞെടുക്കാനുള്ള കാര്യത്തില്. പിന്നെ ഞാൻ ഈ അമേരിക്കയൊക്കെ പോയിട്ട് അമ്മേൻ്റെ അടുത്ത് ചോദിക്കും, 10 പ്രാവശ്യം അമേരിക്ക പോയി വന്നു കഴിഞ്ഞു ഞാൻ. അപ്പം അമ്മ ചോദിക്കും, ഓരോ പിള്ളേര് സിനിമയിലൊക്കെ ഉള്ളവർ ഒറ്റ പ്രാവശ്യം പോയിട്ട് വരുമ്പോൾ തന്നെ അമേരിക്കയിൽ നിന്ന് കല്യാണം ഒക്കെ ആയിട്ടൊക്കെ വരുന്നത്. നീ ആരെയും കാണുന്നില്ലേ സുബി? ഞാൻ പറഞ്ഞു, ഞാൻ ആരെങ്കിലും അടുപ്പിച്ചാലല്ലേ. എനിക്ക് എല്ലാ ട്രിപ്പിലും ഡാൻസും സ്കിറ്റും സ്റ്റേജിൽ കയറാൻ മാത്രം ഒന്നാമത് നേരം ഉണ്ടാവുള്ളൂ. പിന്നെ അതിൽ എനിക്ക് നോക്കാൻ നേരം കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് അങ്ങനെ വലിയ അടുപ്പിക്കത്തില്ല, ആരുമായിട്ട് വലിയതായിട്ട് കൂട്ടാവത്തില്ല. എനിക്ക് അധികം ഫ്രണ്ട്ഷിപ്പുകളും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ ആരെങ്കിലും ഒരു ഹലോ പറയുമ്പോ എന്താ ചോദിച്ചാൽ അപ്പൊ തന്നെ വെറുപ്പിച്ചില്ലേ? ഒരു ഹലോയിൽ തന്നെ ഫോണിൽ വെറുപ്പിക്കുന്ന ആളാ ഞാൻ എന്ന് പറയും എന്റെ അമ്മ. പക്ഷെ എന്താണെന്നറിയോ, ഈ പ്രണയത്തിന്റെ ക്ലച്ച് അടിച്ച് പോയി തോന്നുന്നു, പ്രണയം വരുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പ്രണയം, അങ്ങനെ ഒരു ഇഷ്ടമൊന്നും ആരോടും വരുന്നില്ല. അല്ല എപ്പോഴും ഇങ്ങനെ നമ്മുടെ വളർത്തുമ്പോ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും പറയുന്ന വെച്ചാൽ വളരുന്ന ഒരു പ്രായം വരെ അച്ഛനും അമ്മയും എന്നും താങ്ങും തണലായി, അത് കഴിഞ്ഞാൽ ഒരു കൂട്ട് വേണം എന്ന് പറയും. അപ്പം എത്രയായാലും ഇപ്പൊ വീട്ടിൽ നിന്ന് നിർബന്ധിക്കില്ലേ? വീട്ടിൽ നിർബന്ധിക്കല്ല, അവർക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ള അറിയാം. അങ്ങനെ ഇടയ്ക്ക് മമ്മി ഇങ്ങനെയൊക്കെ ചോദിച്ചു, നമുക്ക് ഒരു കല്യാണം നടത്തി നോക്കിയാലോ, കഴിച്ച് നോക്കിയാലോ. അതായത് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഒരു ജാമ്യോട്ട് പറയണമല്ലോ, ഇനി എന്നിട്ട് പോവണ്ടല്ലോ വർത്താനത്തിൽ എന്ന് വിചാരിച്ചിട്ട് നോക്കിയാലോ. പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ ജീവിതത്തിൽ, അതൊന്നും പേടിച്ച് നീ കല്യാണം കഴിക്കാതിരിക്കണ്ട, ഞങ്ങളുണ്ടല്ലോ എന്ത് സപ്പോർട്ടിനും. ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു മൂഡ് വന്നില്ല, മൂഡ് വരുമ്പോൾ പറയാം അമ്മ എന്ന് പറഞ്ഞു. പിന്നെ ഉത്തരവില്ലല്ലോ, ചോദ്യവും ഇല്ല ഉത്തരവും ഇല്ല, അവിടെ ഫുൾ സ്റ്റോപ്പായി. നമ്മുടെ സിനിമയില് ഏറ്റവും കൂടുതൽ വെരി റെയർ ആണ് കൊമേഡിയൻ ആർട്ടിസ്റ്റുകൾ. ശരിക്കും സ്ത്രീയുടെ സാന്നിധ്യം ഒത്തിരി കുറവാണ്. എനിക്കൊന്ന് കൽപ്പനയിച്ച് മാത്രം തോന്നുന്നു ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത്. പിന്നെ ചെയ്തേക്കുന്ന ഒത്തിരി ഇല്ല.
ഇപ്പോഴത്തെ സിനിമയിൽ ഇപ്പൊ കൊമേഡിയൻസിന് മാത്രമല്ല, ഇപ്പോഴത്തെ സിനിമ എടുത്ത് നോക്കി, ഞാൻ അധികം സിനിമ കാണാത്ത ഒരാളാണ്, എന്നാലും ഞാൻ പറയും ഇപ്പോഴത്തെ സിനിമയിൽ സ്ത്രീകൾക്കുള്ള പ്രാധാന്യം വളരെയധികം കുറവാണ്. കോമഡി ആയാലും അല്ലാതെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ നായികയാണെങ്കിലും കുറച്ച് സീനുകളൊക്കെ ഉള്ളൂ, വളരെ അപൂർവമായിട്ട് മഞ്ജു ചേച്ചിയൊക്കെ മാത്രമാണ് ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അല്ലാതെയുള്ള ഇപ്പൊ വന്ന കുട്ടികളെല്ലാവർക്കെല്ലാം കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. അങ്ങനെ അത്രേ ഉള്ളൂ. ഒത്തിരി ആക്ടേഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ, എല്ലാവരും കുറേ പുതുമുഖങ്ങളുണ്ട്. ബേസിക്കലി നമുക്ക് ആക്ട്രസ് കുറെ പേര് വരുന്നുണ്ട് ഹീറോയിൻ ആയിട്ട് വന്ന്, പക്ഷെ കോമഡിയിൽ ഒത്തിരി കുറഞ്ഞു പോകുന്നു. എനിക്ക് ആരും തന്നെ ഇല്ല, സ്ത്രീകൾക്ക് ഹ്യൂമർ സെൻസ് കുറവായതുകൊണ്ടാണ് ആയിരിക്കാം. അത് എന്താണ് അങ്ങനത്തെ ഒരു ചിന്ത എന്നറിയില്ല. സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവര് കൂടെയുള്ള കൂട്ടുകാരെ മാത്രം കൂട്ടണോളൂ. അല്ല ശരിക്കും അത് ചാൻസ് കൊടുക്കാഞ്ഞിട്ടായിരിക്കും അല്ലേ? അറിയില്ല, അവരുടെ സ്ക്രിപ്റ്റിലുള്ള ഒരു ചാൻസ്. സ്ക്രിപ്റ്റ് എഴുതുന്നവർ വിചാരിക്കണ്ടേ ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ വരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നാൽ ശരിയാവും എന്ന് വിചാരിക്കണ്ടേ? സ്ക്രിപ്റ്റിലില്ല, അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എത്ര ഫിലിംസിലാണ് കൽപ്പനേച്ചി ഒരു കോമഡി ആയിട്ട് എത്ര അല്ലേ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ്. പക്ഷെ പുള്ളിക്കാരത്തി ഇപ്പൊ ഇല്ലാത്ത ശരിക്കും ഒരു വലിയ നഷ്ടമാണ്. കാൺഫിൽ ഇവിടെ ശരിക്കും വന്നപ്പോ കൽപ്പനേച്ചി വന്ന ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. എന്നെ വാ തുറക്കാൻ സമ്മതിച്ചില്ല, എന്നെ ചിരിപ്പിച്ച് കൊന്നു. അത്ര ഒരു എന്താ പറയാ. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് കൽപ്പനേച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് കൂടെ പ്രോഗ്രാം ഒക്കെ ചെയ്യാനുള്ള US ഒരു ഷോ, ഞങ്ങളൊരു 40 days ഒക്കെ, അതിന് അന്നേരം ജഗതി ചേട്ടനും ഉണ്ട്, കൽപ്പന ചേച്ചി ഉണ്ട്, അവർ ലീഡ് ചെയ്യുന്ന ഒരു ഷോ. അങ്ങനെ ഒരു ഷോ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ തന്നെ സ്കിറ്റ് എല്ലാം ചെയ്ത് സ്കിറ്റ് നമ്മുടെ കുടിയൻ ചെയ്യുന്ന പ്രശാന്ത് ഏട്ടൻ ഉണ്ടല്ലോ, പ്രശാന്ത് പുന്നപ്ര, പ്രശാന്ത് ഏട്ടൻ ഉണ്ടായിരുന്നു, രാജാ സാഹിബ്, ബൈജു ചേട്ടൻ, അങ്ങനെ നല്ലൊരു ഗ്യാങ് ആയിരുന്നു. നല്ല പ്രോഗ്രാമും ആയിരുന്നു അത്. ഞങ്ങള് 40-45 ഡേയ്സോളം ട്രിപ്പ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു സുബി ഏറ്റവും കൂടുതൽ അബ്രോഡ് ഷോസ് ചെയ്തിരിക്കുന്നത് ദിലീപ് ഏട്ടൻ്റെ കൂടെ ആയിരിക്കും. ദിലീപ് ഷോ, നടന്മാരുടെ കൂട്ടത്തില് ദിലീപ് ഷോ കൂടുതൽ ചെയ്തിരിക്കുന്നത്. ദിലീപേട്ടന്റെ ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിനിമാ നടന്റെ ഒപ്പം നിന്നാണ് ഷോ ചെയ്യുന്നത് നമുക്ക് തോന്നില്ല. എന്നുവെച്ചാൽ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് കണ്ണെത്തും. ഇപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവരും അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകും. പ്രോഗ്രാമിന്റെ വീക്കെൻഡ്സിലാണല്ലോ പ്രോഗ്രാം നടക്കത്തുള്ളൂ, അന്നേരം ഇവർ തിരിച്ചു വരും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ദിലീപേട്ടൻ മാത്രം എങ്ങും പോവില്ല, ഈ ടീമിനെ വിട്ടിട്ട് എങ്ങും പോവില്ല. ഒഴിവ് ദിവസങ്ങളിലാണെങ്കിലും വീക്ക് ഡേയ്സിൽ പ്രോഗ്രാം ഇല്ല, വെറുതെ റൂമിലിരിക്കായിരിക്കും, അല്ലെങ്കിൽ കറങ്ങാൻ പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ട്രാവൽ ചെയ്യായിരിക്കും. ദിലീപേട്ടൻ എങ്ങും പോവില്ല, കട്ടയ്ക്ക് കൂടെ നിൽക്കും. അതൊരു സിനിമാ നടനാണെന്നല്ല തോന്നുന്നത്, നമ്മുടെ കൂടെയുള്ള ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് അതുപോലെ നിൽക്കും. ഒരു സിനിമാ നടനായിട്ട് ഒരിക്കലും ദിലീപേട്ടൻ നിൽക്കാറില്ല. അപ്പോൾ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. നമുക്ക് സ്റ്റേജിൽ വെച്ച് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ ഒന്ന് സ്റ്റെപ്പായിട്ടുണ്ടെങ്കിൽ എടാ എന്തെങ്കിലും പറ്റിയോടാ, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ ആദ്യമായിട്ട് ദിലീപ് ഷോ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ റാംജി മാസ്റ്റർ, ചെന്നൈയിൽ നിന്ന് റാംജി മാസ്റ്റർ ഇപ്പോൾ ഒരു കണ്ടംപററി ഡാൻസ് ചെയ്തു. അതിനകത്ത് ഫുൾ ലിഫ്റ്റിങ്ങും അതും ഇതുമൊക്കെ മാത്രം എൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ചെയ്യുന്ന കാര്യം. ബ്രേക്ക് ഡാൻസ്, ലെഗ് സ്പിന്നും മറ്റതും മറിച്ചതും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് എയറിൽ നിർത്തുമായിരുന്നു, ഒരു തറ നിന്നിട്ടില്ല. അപ്പോൾ ആദ്യം ചാർട്ട് ചെയ്തപ്പോഴത്തേക്കും നാദർഷിക ഡയറക്റ്റ് ചെയ്യുന്നു, മണിച്ചേട്ടനുണ്ട്, സലിമേട്ടനുണ്ട്, കാവ്യ ഭാവന, അങ്ങനെ വലിയ ടീമാണ് റിമിയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഡാൻസ് ഫൈനൽ റിഹേഴ്സലിന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചർച്ചകൾ അവിടെ. അപ്പം എനിക്കിത് പഠിച്ചെടുക്കാൻ ഞാൻ ഭയങ്കര പാടുപെട്ടു. അപ്പോൾ ഷാജോൺ ചേട്ടൻ എൻ്റെ അടുത്ത് തോന്നുന്നു, എടാ ചിലപ്പോൾ ഡാൻസ് തൂക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, അത് ചിലപ്പോൾ ലിസ്റ്റിൽ വയ്ക്കത്തില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ആ ഡാൻസ് ഒരു പ്രാവശ്യം കൂടി ഒന്ന് സ്റ്റേജിൽ കളിക്കാൻ, ഞാൻ അതുപോലെ റിസ്ക് എടുത്ത് പഠിച്ചു, 10 ദിവസം കൊണ്ട് പഠിച്ചതാണ് ഞാൻ. ഇപ്പം ഞാൻ അതിനകത്ത് കോൺഫിഡൻ്റ് ആണ്. മാസ്റ്ററും അതുപോലെ ഇതാക്കിയതാ, എന്നെ ഒന്ന് കളിക്കാൻ അനുവദിക്ക്, നോക്കട്ടെ ചർച്ച ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞു. അത് ഈ ചർച്ച ചെയ്ത് വേണ്ടാന്ന് ഇവർ തീരുമാനിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? തീരുമാനിച്ചില്ല അങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ. ആ ഡാൻസ് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെയുള്ള ഡാൻസുകൾ, സ്കിറ്റുകൾ, പിന്നെ ഒരു 7 എൻട്രി ഉണ്ട് എനിക്ക് ഈ ഡാൻസ് കൂടാതെ. മൊത്തം 8 എൻട്രിയാണ് 3.5 മണിക്കൂർ പ്രോഗ്രാമിൽ. ബാക്കിയുള്ളത് ചെയ്യാൻ ആളുണ്ടാവില്ല, ഇത്രയും റിസ്ക് അല്ലേ. അപ്പൊ എന്നോട് സ്നേഹം ഉള്ളത് കൊണ്ട് അവരങ്ങനെ. എന്നിട്ട് അവർ പറഞ്ഞു അവളുടെ ഒരു ഇഷ്ടമല്ല, അവൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ. എന്നോട് ചർച്ച ചെയ്യാതെ തന്നെ ഇവർ രണ്ടാമത് ചർച്ച വെച്ച് തീരുമാനിച്ചു അവളൊന്ന് കളിച്ച് നോക്കട്ടെടാ എന്ന് പറഞ്ഞ്. എന്നിട്ട് ഫസ്റ്റ് ഞാൻ സ്റ്റേജിൽ കയറാൻ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ ദിലീപേട്ടനും നാദർഷിക്കയും മണിച്ചേട്ടനും പ്രാർത്ഥിച്ച് നിൽക്കുക സൈഡിൽ. അതൊക്കെ നമ്മളെ സംബന്ധിച്ച്, എന്നെ പോലെ ഒരു ചെറിയ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയ കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹമാണ് ഇവരെ സംബന്ധിച്ച്. നമ്മളത് കാണുമ്പോൾ നമുക്കൊരു അതിശയമാണ് അല്ലെ. നമുക്ക് വേണ്ടിയിട്ട് അവർ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുക എന്നൊക്കെ. മണിച്ചേട്ടനൊക്കെ ഇങ്ങനെ കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കും, എന്നിട്ട് ഇങ്ങനെ ഒന്നിച്ച് ഭയങ്കര ആവേശമാണ് നമുക്ക് തരുന്നത്. അടിപൊളിയായിരുന്നു,
അടുത്തതിന് ഒരു ഡ്രസ്സ് മാറിക്കോ എന്ന് പറഞ്ഞ അങ്ങനെ മനുഷ്യനൊക്കെ അങ്ങനത്തെ ഒരു എൻകറേജിങ് പേഴ്സൺ ആണ്. പിന്നെ അവരൊക്കെ സ്റ്റേജിൽ നിന്ന് വന്നതുകൊണ്ട് ഇതിന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വെറുതെ ഇങ്ങനെ കൊള്ളായിരുന്നു കേട്ടോ, അതങ്ങനെയല്ല, ഇതിനെന്തോരം ബുദ്ധിമുട്ടുണ്ട് കഷ്ടപ്പാടുണ്ടെന്ന് അവർക്ക് അറിയാം, ഒരു പെയിൻ അവർക്ക് അറിയാം. അതായിരുന്നു. എന്തായാലും അത്രയും വലിയ ഡാൻസ് ചെയ്തല്ലേ, ഞാൻ ഇപ്പൊ പായസം തരാം. സ്വീറ്റ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, പക്ഷെ ആനീസ് കിച്ചണിൽ ഇപ്പോൾ ഓണമേള ആയതുകൊണ്ട് ഞങ്ങൾക്ക് പായസം കൊടുത്തേ പറ്റുള്ളൂ, പായസം കുടിച്ചേ. ഞാൻ എന്ത് വന്നാലും കഴിക്കും. ഇനി ഈ പായസത്തിന്, ശർക്കര പായസത്തിന് പലയിടത്ത് പല രീതിയുണ്ട്. ചിലര് പഴം കൂട്ടി കഴിക്കും, ചിലര് പപ്പടം കൂട്ടി കഴിക്കും, ചിലർ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കും, ചിലര് ബോളി കൂട്ടി കഴിക്കും. ഇതിലേതാ വേണ്ടേ? പപ്പടം കൂട്ടി കഴിച്ചാലോ? പപ്പടം കൂട്ടിയാ? പപ്പടം കൂട്ടി കഴിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പപ്പടം തരാം. ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ, പായസവും പപ്പടവും നല്ല കോമ്പിനേഷനാണ് ആശേച്ചിയാ പറഞ്ഞത്. ആശശരത്തല്ലേ, ആശേച്ചി ഇവിടെ വന്നിട്ട് പറഞ്ഞ് കഴിച്ചു നോക്ക്, നല്ല ടേസ്റ്റ് ആണെന്ന്. അപ്പം ബേസിക്കലി അങ്ങനെ ഉണ്ടല്ലേ ശർക്കര പായസവും പപ്പടം കൂടി കഴിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ ഓണമല്ലേ, ഞാൻ വിചാരിച്ചു ഒന്നിനും കുറവ് വരുത്തണ്ട. സുബിക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അതങ്ങനെ. വിജയകരമായിരിക്കുന്നു. ഏതാണ്ടൊക്കെ പരീക്ഷയ്ക്ക് ചെന്ന് ഇരിക്കുമ്പോ ജഡ്ജിമാരൊക്കെ ഇങ്ങനെ ആദ്യം സീരിയസ് ആക്കിയിട്ടൊക്കെ ഇരുന്നേച്ച് പിന്നെ അങ്ങോട്ട് പറയുവല്ലേ എന്ന് പറഞ്ഞല്ല സുബി. സുബി ശരിക്കും ജഡ്ജായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് ഏതെങ്കിലും പ്രോഗ്രാമിൽ? ഇരുന്നിട്ടുണ്ട്. ആണോ? അവരോട് ഇങ്ങനെ തമാശക്കാന്നോ പറയുന്നത്, അല്ല സീരിയസ് ആയിട്ടൊക്കെ പറയും? ഇല്ല, ഞാൻ അങ്ങനെ സീരിയസ് ആവാൻ പറ്റത്തില്ല എനിക്ക്. ലൈഫിൽ സീരിയസ് ആയിട്ടേ ഇല്ല സുബി? ഞാൻ എൻ്റെ കാര്യങ്ങളിലെല്ലാം സീരിയസ് ആണ്. പക്ഷെ ഞാൻ ഒരാളുടെ മുമ്പിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഇതിൽ വരുമ്പോഴത്തേക്കും മാക്സിമം ഫണ്ണി ആയിട്ട് നിൽക്കാനും അത് അവതരിപ്പിക്കാനും ഞാൻ ശ്രമിക്കാറുള്ളൂ. എങ്ങനെ ആവാൻ പറ്റുന്നു? വാട്ട്സ് ദ സീക്രട്ട് ബിഹൈൻഡ് ദാറ്റ്? ഒന്നുമില്ല, ഞാൻ അങ്ങനെ വേറെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. മനുഷ്യനല്ലേ, മനുഷ്യന്റെ മനസ്സിനകത്ത് ഒരു വേദന വന്നു, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഇൻസിഡന്റ് നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ സുബിയെ കാണുമ്പോൾ ഉള്ളിൽ എൻ്റെ എല്ലാം അത് ഉണ്ടല്ലോ, ബട്ട് സുബി അങ്ങനെയല്ല. അല്ല, ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ എന്നെ ഞാൻ കാരണം ഒരാൾ ചിരിക്കുക, അല്ലെങ്കിൽ ഒരാൾ ഒരു പോസിറ്റീവ് ആണെന്ന് പറയുക, അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഞാൻ ഇപ്പൊ സുബിയുടെ പേര് പറയുമ്പോഴത്തേക്കും വിചാരിക്കുന്നത് ഒരു എന്തെങ്കിലും ചിരിക്കാനുണ്ടാവും കേട്ടോ എന്നുള്ളത്, അങ്ങനെ വിചാരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷകർക്ക് അങ്ങ് കൊടുക്കുക, അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഏറ്റവും വലിയ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുക, ചിരിപ്പിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് പോസിറ്റീവ് എനർജി എന്താ പറയുക പകുത്ത് നൽകുക നമുക്കുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ജീവിതത്തിൽ പലതര സന്തോഷങ്ങൾ ഉണ്ടാവും, നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാവും നമുക്ക്. ഓക്കെ, അങ്ങനെ എന്തായാലും അതൊരു വലിയ നല്ല ടിപ്പാ. അതുകൊണ്ടാണ് സുബിയുടെ ഫേസിൽ എപ്പോഴും നല്ല ഗ്ലോ, ആ പോസിറ്റീവ് എനർജി ഇങ്ങനെ ഉള്ളിൽ എപ്പോഴും കൊണ്ട് നടക്കുന്നതുകൊണ്ട്. കണ്ടില്ലേ സുബിയുടെ ഫേസ് ഇപ്പൊ നോക്കിയറിയാം, ഭയങ്കര ഗ്ലോ ആയിട്ടായിരിക്കുന്നത്. ആ പോസിറ്റീവ് നമുക്ക് എല്ലാവർക്കും പകർന്നു തന്ന സുബിക്ക് ഒരു വലിയ താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ പറഞ്ഞ പോലെ വളരെ വരാൻ ആഗ്രഹിച്ചിരുന്ന ഏക പരിപാടിയാണിത്. അതെ, സത്യമായിട്ടും. അതായത് ചില കാര്യങ്ങൾക്ക് മാറ്റിവെക്കാൻ വേറൊരാളുണ്ടാവില്ല, അങ്ങനെ വിചാരിക്കും. ഇപ്പോൾ ചിലപ്പോൾ കുട്ടികളുടെ പരിപാടി പറയുമ്പോഴത്തേക്കും ഒരു 3-4 പേരുടെ പേരിൻ്റെ കൂടെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും എൻ്റെ പേര് വരുന്നുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പരിപാടി വലിയ കുഴപ്പമില്ലാതെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോഴത്തേക്കും മാറ്റിവെക്കാൻ വേറൊരു പേരില്ല. ഞാൻ വെറുതെ പറഞ്ഞല്ലോ, സത്യമായിട്ടും. അറിയില്ല, എന്നെക്കാട്ടിലും മിടുക്കരുണ്ടാവും. പക്ഷെ ഇപ്പൊ ദൈവം തമ്പുരാൻ തരുന്ന ഈ അനുഗ്രഹവും എൻ്റെ പ്രേക്ഷകരുടെ സപ്പോർട്ടും, ഇതല്ലാതെ എനിക്കൊന്നുമില്ല പറയാൻ. നത്തിങ് മോർ ദാൻ ദാറ്റ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ സുബിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലാതെ ഒന്നുമില്ല. എനിക്ക് ഇതിനകത്ത് വേറെ എനിക്കായിട്ട് ഒരു ക്രെഡിറ്റും ഇല്ല. എല്ലാം ഈശ്വരനും അവരും തരുന്നത് മാത്രമേ ഉള്ളൂ. വലിയ അനുഗ്രഹമാണുള്ളത് കൂടെ, മതി. അതല്ലാതെ കൂടുതലൊന്നും വേണ്ട. ഈ പോസിറ്റീവ് എനർജി തരാൻ ഇനിയും ഞങ്ങളുടെ അടുത്ത് വരിക. ഈ ഗ്ലോ ഇനിയിപ്പോ കുറച്ച് എനിക്കും കൂടെ കിട്ടുമെന്ന് വിചാരിച്ചു. ഈ പോസിറ്റീവ് ഓൾവേസ് തന്നില്ലേ കുറച്ച്. എനിവേ, താങ്ക് യു വെരി മച്ച് സുബി. ഇനി വരുമ്പോഴത്തേക്ക് ഹബിയായിട്ട് വരണം. ആരെയാ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ പ്ലീസ്, അമ്മ ഫുൾ ഫ്രീഡം തന്നല്ലോ, ഇനിയെങ്കിലും ഒരാളെ കൊണ്ടുപോകാന്ന് പ്ലീസ്. അടുത്ത പ്രാവശ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് പ്രതീക്ഷിച്ചാൽ വെറുതെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഞങ്ങൾ സമയം തരുമല്ലേ. ഞാൻ ഒരു കപ്പ് ഏറ്റെടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അമ്മ ഫ്രീഡം തന്നു, ഇപ്പൊ ഞാൻ തന്നു, ഞങ്ങളുടെ പ്രേക്ഷകർ മൊത്തം തന്നു. ഇനി സുബി കണ്ടുപിടിച്ചിട്ട് എത്രയും വേഗം ആനീസ് കിച്ചണില് നവദമ്പതികൾ വരിക. നോക്കട്ടെ, ശ്രമിച്ചു നോക്കാന്ന്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എനിവേ, താങ്ക് യു വെരി മച്ച് സുബി. വളരെ സന്തോഷം. താങ്ക് യു. സുബിയുടെ വിശേഷങ്ങൾ കേട്ടു. ഇനി സുബിയുടെ കല്യാണം നോക്കിയാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. ഇത്രയും പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ഒരു കുട്ടിക്ക് എത്രയായാലും ഡബിൾ പോസിറ്റീവായിട്ടൊരു വ്യക്തി വന്നു ചേരട്ടെ. അതിന് വേണ്ടിയിട്ട്
നമുക്ക് എല്ലാവർക്കും ഇപ്പം സുബി ഡാൻസ് ചെയ്തപ്പോൾ മണിച്ചേട്ടനും നാദർഷേക്കായും ദിലീപേട്ടനും ഒക്കെ പ്രാർത്ഥിച്ചതുപോലെ സുബിക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവാനും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവാനും നമ്മൾ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.